Hi, hello, welcome to Arivola Learning, the complete channel for teachers. So, back to psychology. ലേണിംഗ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിലേക്കാണ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് കുറേ സബ് ടോപ്പിക്സ് വേറെ ഉണ്ടാവും. നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എന്താണ് പഠനം, എന്തൊക്കെയാണ് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിന്റെ മറ്റ് സിദ്ധാന്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വലിയൊരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഠന സന്നദ്ധത, അതുപോലെ പഠനത്തിനെ പറ്റിയിട്ട് ഓരോ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങൾ, അതുപോലെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ പഠനം അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിലെ വിവിധ ആശയങ്ങൾക്കായിട്ട് അറിവ്, നല്ല മനോഭാവങ്ങൾ, വിവിധ കഴിവുകൾ അല്ലെങ്കിൽ സ്കിൽസ് ഒക്കെ എന്നിവ നേടിയെടുക്കുന്ന പ്രക്രിയയാണ് പഠനം എന്ന് പറയുന്നത്. ഗേറ്റ്സിന്റെ അഭിപ്രായ പ്രകാരം അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന പെരുമാറ്റ മാറ്റമാണ്, ബിഹേവിയറൽ ചേഞ്ച് ആണ് പഠനം എന്ന് മനഃശാസ്ത്രജ്ഞനായ ഗേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി നടക്കുന്ന പെരുമാറ്റ അനുയോജനമാണ്, ബിഹേവിയറൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് പഠനം എന്ന് ബിയോ സ്കിന്നർ ലേണിംഗിനെ പറ്റിയിട്ട് അഭിപ്രായപ്പെട്ടു. ഈ പഠനം എന്നത് മനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യമായതിനാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നേരിട്ട് കാണാൻ കഴിയില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്ന് പഠനം നടന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. പഠനത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ സ്ഥിരമായ മാറ്റങ്ങളാകാം, ദൃശ്യമോ അദൃശ്യമോ ആകാം. അല്ലാന്നുണ്ടെങ്കിൽ അനുഭവം പരിശീലനത്തിലൂടെ നമ്മളെ പഠനം പൂർണ്ണമാകുന്നത് തുടർച്ചയായ അനുഭവങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയാണ്. സോ ഇത്രയാണ് ഈ നിർവചനം എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ വരുന്നത്. ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഭാഗങ്ങളല്ല. ജസ്റ്റ് ഒന്ന് ഇതിന്റെ ടോപ്പിക്ക് വരുന്ന ടൈമിൽ ഈ ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് പോകണമെന്നുള്ളൂ. ശേഷം വരുന്നതാണ് പഠന സന്നദ്ധത, പക്വത. ഒരു കുട്ടിക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതിനാവശ്യമായ ശാരീരികവും മാനസികവുമായ പക്വതയും ലക്ഷ്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള ശേഷിയും മുൻപ് നേടിയെടുത്ത അറിവുകളും വേണം. ഈ ഘടകങ്ങളെല്ലാം തന്നെ ചേരുമ്പോൾ ഉണ്ടാകുന്ന വികാസമാണ് അല്ലെങ്കിൽ വികസനമാണ് കുട്ടിയുടെ പഠന സന്നദ്ധത എന്ന് പറയുന്നത്. ഈ പക്വതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, വ്യക്തിഗതമായ അനുഭവങ്ങൾ ഇല്ലെങ്കിലും പ്രായമാകുന്നതിനനുസരിച്ച് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന മാറ്റമാണ് പക്വത എന്ന് പറയുന്നത്. അതുപോലെ വ്യക്തിഗത വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ കുട്ടിയിലും പക്വത കൈവരിക്കുന്നത് അത് ഓരോ രീതിയിലായിരിക്കും. അതിന്റെ നിരക്ക് വ്യത്യസ്തപ്പെട്ടിരിക്കും. ചില കുട്ടികൾ വേഗത്തിലും മറ്റു ചിലർ പതുക്കെയുമാണ് വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഈ പക്വതക്കൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു നിർവചനം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വൈജ്ഞാനികവും വൈകാരികവും ശാരീരികവുമായ താരതമ്യേന ശാശ്വതമായ മാറ്റമാണ് പക്വത എന്ന് പറയുന്നത്. ഇതിലൊരു അധ്യാപകന്റെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾ അത് പഠിക്കാൻ മാനസികമായും ശാരീരികമായും തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അധ്യാപകരുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഇതിനിപ്പോൾ ഒരു ഉദാഹരണം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ, നടക്കാൻ പഠിക്കുന്നത് ഒരു പക്വതയുടെ ഭാഗമാണ്. ചില കുട്ടികൾ എന്ത് ചെയ്യും, 9 മാസം കൊണ്ട് നടക്കാൻ പഠിക്കുന്ന കുട്ടികളുണ്ട്. നേരെ മറിച്ച് 2 വയസ്സാകുമ്പോഴാണ് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഓരോ വിഷയവും പഠിച്ചെടുക്കാൻ കുട്ടികൾ കാണിക്കുന്ന സന്നദ്ധയും വെവ്വേറെ ആയിരിക്കും. ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരേപോലെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഈ പഠനത്തെ ബാധിക്കുന്ന കുറേ തടസ്സങ്ങളുണ്ട്, അതിന് കുറേ പ്രതികൂല ഘടകങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ വികസന വൈകല്യങ്ങൾ, ശാരീരികമായ പോരായ്മകൾ, പ്രചോദനമില്ലായ്മ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ സമൂഹമായി ഇണങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ പഠനത്തെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. മറ്റൊന്നെന്ന് പറയുന്നതാണ് സന്നദ്ധതയുടെ പ്രാധാന്യം. ഒരു കാര്യം പഠിക്കാനുള്ള കൃത്യമായ പക്വത കുട്ടി കൈവരിക്കുന്നതിന് മുമ്പ് അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായിട്ടും അർത്ഥവത്തായ ഒരു കാര്യമാണ്, അർത്ഥവത്തല്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കൈവിരലുകൾ ഉറപ്പുവരുന്നതിന് മുമ്പ് പേന പിടിപ്പിച്ച് എഴുതാൻ ശ്രമിക്കുന്നത് പോലെ എന്താണ്, വെറുതെ യൂസ്ലെസ് ആണ്, അതിനോട് കാര്യമില്ല. അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി പറയുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കേട്ടുപരിചയമുള്ള ഒരു ഭാഗമായിരിക്കും. ഈ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് അതിൽ 3 ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന് മാത്രമായിരിക്കും ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ഒന്നാമതാണ് വ്യക്തിയുമായി ബന്ധപ്പെട്ടവ, വൈയക്തിക ചരങ്ങൾ എന്ന് പറയും. രണ്ടാമത്തത് പാഠ്യവസ്തുവുമായി ബന്ധപ്പെട്ടവ, പാഠ്യചരങ്ങൾ എന്ന് പറയും. മൂന്നാമത്തത് പഠനതന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവ, പഠനതന്ത്ര ചരങ്ങൾ എന്ന് പറയും. എന്നിട്ട് ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ വരുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ വൈയക്തിക ചരങ്ങൾ എന്നുള്ളത് നോക്കാം. ഒരു വ്യക്തിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പഠന ഘടകങ്ങളെയാണ് വൈയക്തിക ചരങ്ങൾ എന്ന് പറയുന്നത്. ഈ വൈയക്തിക ചരങ്ങളിൽ തന്നെ കുറേ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഈ പരിപക്വനം എന്ന് പറയുന്നത്. വയസ്സാകുന്നതിനനുസരിച്ച് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ വളർച്ചാ പ്രക്രിയയാണ് ഈ പരിപക്വനം എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് വ്യക്തിപരമായ വികസനം സംഭവിക്കുന്നത്. ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾ പാകപ്പെടുന്നതിലൂടെയും വളരുന്നതിലൂടെയുമാണ് വികസനം നടക്കുന്നത്.
പരിപക്വനത്തിന് പഠനവുമായി അടുത്ത ബന്ധനമുണ്ട്. വെറുതെ വളർച്ച ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം പഠനം നടക്കില്ല. അതിന് കൃത്യമായ പരിശീലനവും ആവശ്യമാണ്. ഇതൊക്കെയാണ് ഈ പരിപക്വനം, മെച്യൂറേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഈ വൈയക്തിക ചരങ്ങളിൽ പഠനശേഷിയും പ്രായവും എങ്ങനെയാണ് ഇന്റർകണക്റ്റ് ആയിട്ട് കിടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് 20 വയസ്സ് വരെ കൂടുന്നു. 30 വയസ്സ് വരെ അത് എന്ത് ചെയ്യും? മാറ്റമില്ലാതെ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ 50 വയസ്സിന് ശേഷം ഈ കഴിവ് പെട്ടെന്ന് കുറയാൻ തുടങ്ങുന്നു. ഈ ചെറിയ കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഒന്നുകൂടി കാര്യക്ഷമമായിട്ട് പഠിക്കും. ഈ മുതിർന്ന കുട്ടികളിൽ ഉയർന്ന പക്വതയും മൂർച്ചയുള്ള ബുദ്ധിശക്തിയും വിശാലമായ അനുഭവ സമ്പത്തും ഉണ്ടായിരിക്കും. പൊതുവെ പഠനത്തിന്റെ കാര്യത്തിൽ ആൺ പെണ്ണ് വ്യത്യാസങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുന്ന ചിലപ്പോൾ ഇന്ന കാര്യങ്ങളിലൊക്കെ കോമൺ ആയിട്ട് പെൺകുട്ടികളാണ് ഉണ്ടാവാറില്ല. ഈ ഭാഷാപരമായ അറിവ്, പദസമ്പത്ത്, യുക്തിചിന്തനം, കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള ശേഷി എന്നിവയിലെല്ലാം തന്നെ സാധാരണ അല്ലെങ്കിൽ പെൺകുട്ടികളാണ് മികച്ച പ്രകടനം നടത്താറുള്ളത് അക്കോർഡിംഗ് ടു സ്റ്റഡീസ്. ആൺകുട്ടികൾ മുന്നിൽ നിൽക്കുന്ന സ്ഥലബോധം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പെഷ്യൽ അവയർനെസ്, ഭാഷയിൽ അർത്ഥം മനസ്സിലാക്കാനുള്ള പഠനം എന്നിവയിലെല്ലാം തന്നെ ആൺകുട്ടികളും മികവ് പുലർത്താറുണ്ട്. എന്നാൽ ഇതെന്തല്ല, സാർവത്രികമല്ല, തിരിച്ചും എന്ത് ചെയ്യാറുണ്ട്? സംഭവിക്കാറുണ്ട്. ഇത് ഇതുപോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കാറുണ്ട്. ഇതാണ് ഈ ലിംഗഭേദം, ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുന്ന പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഈ മുമ്പ് നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്, നമുക്ക് മുമ്പുണ്ടായ അനുഭവങ്ങളും അറിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ പെരുമാറ്റങ്ങളും അറിവുകളും നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. മുൻ അനുഭവങ്ങളുടെ കുറവ് പഠനത്തിൻ്റെ വേഗത കുറയ്ക്കും. അതുപോലെ വിജയകരമായ അനുഭവങ്ങൾ തുടർന്നു നമ്മെ പഠിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് അവിടെ കിടക്കും. എന്നാൽ എന്ത് ചെയ്യും? പരാജയപ്പെടുന്ന അനുഭവങ്ങൾ എന്ത് ചെയ്യും? പഠനവേഗത കുറയ്ക്കുകയും നമ്മുടെ ലക്ഷ്യത്തിൻ്റെ നിലവാരം താഴ്ത്തുകയും ചെയ്യും. ഒരു വ്യക്തിക്ക് ഒളിച്ചിരിക്കുന്ന കഴിവുകളെയാണ് ഈ ശേഷി എന്ന് പറയുന്നത്. ബുദ്ധിശക്തി, അഭിരുചി തുടങ്ങിയവ പഠനത്തെ സ്വാധീനിക്കുന്ന ചില ശേഷികളാണ്. ഏത് തരത്തിലുള്ള പഠനവും നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഏകോപനത്തോടെ, ഒരു കോർഡിനേറ്റ് ഫങ്ഷനിങ്ങോടെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ശാരീരികമായ വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളത് ഒരു കുട്ടിയുടെ പഠന പുരോഗതിയുടെ വേഗത കുറയ്ക്കും എന്നെന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റാണ്, അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. ഇനി നമുക്ക് പഠന പുരോഗതിയെ ബാധിക്കുന്ന കുറച്ച് തകരാറുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതാണ് ദർശന വൈകല്യം, വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയും. കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണം ബോർഡിലോ പുസ്തകങ്ങളിലോ ഉള്ള കാര്യങ്ങൾ കൃത്യമായി കാണാനും മനസ്സിലാക്കാനും കഴിയാതെ വരുന്നത്. അതാണ് ഈ ദർശന വൈകല്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതാണ് ശ്രവണ വൈകല്യം, ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറയും. കേൾവിക്കുറവ് മൂലം അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത അവസ്ഥ. മൂന്നാമത്തത് ഭാഷണ വൈകല്യം, സ്പീച്ച് ഇമ്പയർമെന്റ് എന്ന് പറയും. സംസാരിക്കാനും സ്വന്തം ആശയങ്ങൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ. ഈ 3 പഠന പുരോഗതിയെ ബാധിക്കുന്ന തകരാറുകളിൽ വരുന്നത്. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലെ വൈയക്തിക ചരങ്ങളിലെ അവസാന സബ് ടോപ്പിക്കാണ് അഭിപ്രേരണ, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പഠിക്കാൻ ആവശ്യമായ ആന്തരിക ഊർജവും ഉന്മേഷവും നൽകുന്നത് അഭിപ്രേരണയാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശരിയായ ദിശയിൽ പ്രവർത്തിക്കാനും ഇത് കുട്ടിയെ സഹായിക്കുന്നു. പഠനത്തിൽ അഭിപ്രേരണ അല്ലെങ്കിൽ പ്രചോദനം, മോട്ടിവേഷൻ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ശരിയായ രീതിയിലുള്ളൊരു പഠനം പോസിബിൾ ആവില്ല. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.